ഹായ്, വെൽക്കം ടു ബ്രാൻഡ് ഇൻസൈറ്റ്സ് ബൈ ഡിസ്പോൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രേഡ് മാർക്ക് എന്തൊക്കെയാണ്, ട്രേഡ് മാർക്കിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ട്രേഡ് മാർക്ക് എടുക്കേണ്ടത്, അങ്ങനെയുള്ള ചില ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പോൾ എന്നോട് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എന്തിനാണ് ട്രേഡ് മാർക്ക് ക്ലാസ് എടുക്കുന്നത്, ട്രേഡ് മാർക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ട്രേഡ് മാർക്ക് ക്ലാസ് ആയിട്ട് വന്നു. സോ നമ്മുടെ ഈ സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ് മാർക്ക് ക്ലാസ്സസിനെ പറ്റി സംസാരിക്കാം. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ ഫ്ലോറും അവിടെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഫുഡ്സിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടായിരിക്കാം, ഫുഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇലക്ട്രോണിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടായിരിക്കും, ക്ലോത്തിങ്ങിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ സ്റ്റേഷനറി കാര്യങ്ങളെല്ലാം ഉള്ളത് വേറൊരു ഫ്ലോർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ട്രേഡ് മാർക്കിൻ്റെ കേസിലും. ട്രേഡ് മാർക്കിൻ്റെ കേസസിൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ഓരോ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിൻ്റെ അണ്ടറിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 1 to 45 ക്ലാസ്സസ് ആണ് ട്രേഡ് മാർക്കിൻ്റെ ക്ലാസ്സസിൽ ഉള്ളത്. ഓക്കെ, അതിൽ 1 to 34 എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ ക്ലാസ്സും 5 to 45 എന്ന് പറയുന്നത് സർവീസസിൻ്റെ ക്ലാസ്സും. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ വരുമ്പോൾ ഞങ്ങൾ ഏത് ക്ലാസ്സിലാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ, എന്താണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരിക. 1 to 34 എന്ന് വരുന്ന ക്ലാസ്സിൽ ഗുഡ്സ് ആണ് വരുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഫി പൗഡർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് 30 ആയിരിക്കും, 30 അതായത് 1 to 34ൻ്റെ അണ്ടറിലുള്ള ഒരു ക്ലാസ്സിലെ കാറ്റഗറിയിലായിരിക്കും അത് വരുന്നത്. ഓക്കെ, അതല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്, കോഫി സെയിൽ കൂടെ ചെയ്യുന്നുണ്ട്, അതായത് കോഫി പൗഡർ സെയിൽസ് കൂടെ ചെയ്യുന്നുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ സർവീസസിൻ്റെ ക്ലാസ്സിലാണ് വരിക. ഓക്കെ, അപ്പോൾ ആ സർവീസസിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ 35 to 45 എന്നുള്ള കാറ്റഗറിയിലാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് മാർക്കിൻ്റെ ക്ലാസ്സസ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോത്തിങ്ങിൻ്റെ മെയിൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് വരുന്നത് 25-ലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലോത്തിങ്ങിൻ്റെ 25 എന്ന ക്ലാസ്സിൽ ഞാൻ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്തു, രജിസ്ട്രേഷനും കിട്ടി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കിട്ടി. ഓക്കെ, അപ്പോൾ ഞാനിതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓൺലൈൻ സ്റ്റോർ കൂടെ തുടങ്ങി. നമ്മുടെ തന്നെ ക്ലോത്തിങ്, നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം വെച്ചിട്ട് ഞാനൊരു ക്ലോത്തിങ് സ്റ്റോറും കൂടെ തുടങ്ങുകയാണ്. അതായത് ഇ കോമേഴ്സ് സ്റ്റോർ കൂടെ തുടങ്ങി. ഓക്കെ, സോ ഇ കോമേഴ്സ് സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാസ് വരുന്നത് 35 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, 35 എന്ന കാറ്റഗറിയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ഓക്കെ, ബട്ട് ഞാൻ 25 എന്ന കാറ്റഗറിയിൽ ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, ഞാൻ അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഇതേ സെയിം നെയിം വെച്ചിട്ട് തന്നെ വേറൊരാൾ 35 എന്ന കാറ്റഗറിയിൽ രജിസ്ട്രേഷനും ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെയാണ് ഈ ട്രേഡ് മാർക്ക്, ഞങ്ങൾ ഓൾറെഡി ഈ ട്രേഡ് മാർക്കിൽ ഓൺലൈൻ സ്റ്റോറിൻ്റെ ക്ലാസ്സിലാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഇത്ര നാളെ 2020 അല്ലെങ്കിൽ 2025 മുതൽ എനിക്ക് യൂസേജ് ഉണ്ട്, സോ എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് 25-ലുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഞാൻ 35 എന്നുള്ള ക്ലാസ്സിൽ ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. സോ എനിക്ക് എന്ത് കിട്ടുന്നില്ല, 35 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലെ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിൻ്റെ അണ്ടറിൽ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡ് മാർക്ക് മാത്രം എടുത്തിട്ട് കാര്യമില്ല, ട്രേഡ് മാർക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ തന്നെയാണോ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഫുള്ളി പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശ്രീധരിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ഒരു 44, അവർ ആയുർവേദ പ്രൊഡക്ട്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ നെയിം ഓൾറെഡി ആ ക്ലാസ്സിൽ എക്സിസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ വേറൊരു ശ്രീധരിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്ക് കൂടെയുണ്ട്, അതായത് ആയുർവേദിക് ക്ലിനിക് കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് 3 എന്നുള്ളതിൻ്റെ ആയുർവേദ ക്ലാസ്സിനകത്തും പ്രൊട്ടക്ഷൻ എടുത്തിരിക്കണം. ക്ലാസ് 3-ലെ ആയുർവേദ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ആയുർവേദ പ്രൊഡക്ട്സിൻ്റെ ക്ലാസ്സിലും കൂടെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തിരിക്കണം. അതേപോലെ തന്നെ അവർ ക്ലിനിക്കിലും പ്രൊട്ടക്ഷൻ എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിലെ, അപ്പോൾ അതായത് ആയുർവേദ പ്രൊഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിൻ്റെ മൊത്തം പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്, അതേ പേര് വെച്ച് തന്നെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലും മാനുഫാക്ചറിങ് ചെയ്യുന്നവർക്ക് ആ പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ക്ലയൻസിനെ നമ്മളോട് ചോദിക്കാറുണ്ട്, ഒരു ക്ലാസ്സിനകത്ത് തന്നെ
അല്ലാന്നുണ്ടെങ്കിൽ ഒരേ പേര് തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സസിൽ രജിസ്ട്രേഷൻ കിടക്കുന്നുണ്ടല്ലോ. ക്ലാസ് 1 പേരുണ്ട്, 3 5 എനിക്ക് വേണ്ടത് ആ ക്ലാസ്സിലൊന്നല്ല, എനിക്ക് വേണ്ടത് 35 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലയൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം, പക്ഷേ വെൽ നോൺ മാർക്ക് ആയിരിക്കരുത്. ഓക്കെ, അവരൊരു വെൽ നോൺ ബ്രാൻഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രജിസ്ട്രേഷൻ കിട്ടല് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനകത്ത് ആ പേരിൽ സിമിലർ മാർക്കിലൊന്നും രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഈസി ആയിട്ട് കിട്ടും. നമുക്കിനി ഓരോ ക്ലാസ്സസിൽ എന്തൊക്കെയാണ് വരിക എന്നൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്ലാസ് 1 എന്ന് പറയുന്നത് കെമിക്കൽ പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയുള്ളതിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം വരുന്നത് ക്ലാസ് 1 ഇനി പെയിൻസിൻ്റെ മാനുഫാക്ചറിങ് അങ്ങനെയൊക്കെ വരുന്നത് ക്ലാസ് 2 വരും. 3 എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ് ആണ്. 4 എന്ന് പറയുന്നത് കാൻഡിൽസ്, വിക്സ് അങ്ങനെയുള്ളതെല്ലാം വരുന്നത് ക്ലാസ് 4 ഫാർമസ്യൂട്ടിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മാനുഫാക്ചറിങ്, മെഡിസിൻസ് മാനുഫാക്ചറിങ് എല്ലാം വരുന്നത്, അല്ലെങ്കിൽ വെറ്റിനറി അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് വരുന്നത് ക്ലാസ് 5 ഈ മെറ്റൽസ് എല്ലാം വരുന്നത് ക്ലാസ് 6 വരിക. ഇനി മെഷീൻസ്, ഹാൻഡ് ടൂൾസ്, മെഷീൻസ് എല്ലാം വരുന്നത് ക്ലാസ് 7 ക്ലാസ് 8 എന്ന് പറയുമ്പോൾ സിസേഴ്സ്, റൈസേഴ്സ് അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് വരുന്നത് ക്ലാസ് 8 വരിക. ഓക്കെ, ക്ലാസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കൽ എക്യുപ്മെൻറ്റ്സ്, മൊബൈൽ ആപ്സ് അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്, മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് വരുന്നത് ക്ലാസ് 9 അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഡൗട്ടുണ്ട്, ക്ലാസ് 9 എടുക്കണോ അതോ 42 എടുക്കണോ? ഓക്കെ, മൊബൈൽ ഫോൺസ് ഇപ്പോൾ ക്ലാസ് 9 എന്ന് പറയുന്നത് അവർ മൊബൈൽ ഫോൺസ് കാര്യങ്ങൾ, അതിൻ്റെ കേസസ് അങ്ങനെ ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് 9 എടുക്കണം. ഓക്കെ, ഇനി ഇപ്പോൾ അവർ അതിൻ്റെ സർവീസസ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരുന്നത് 37 അണ്ടറിലാണ്. ഓക്കെ, ഇനി ഒരു മൊബൈൽ ആപ്പ് അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ളതെല്ലാം വരുന്നത് 42 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സസിൻ്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, ഇനി ക്ലാസ് 10 എന്ന് പറയുന്നത് സർജിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ. ഇപ്പോൾ ക്ലാസ് 5 ഞാൻ എന്താ പറഞ്ഞത്, ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ അതായത് മെഡിസിൻസിൻ്റെ മാനുഫാക്ചറിങ് ആണ്. സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഗ്ലൗസ്, മെഡിക്കൽ ഗ്ലൗസസ്, സിറിഞ്ച് അങ്ങനെയെല്ലാം വരുന്നത് ക്ലാസ് 10 വരും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സസിനെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കേൾക്കാൻ, നമുക്ക് അത്ര വലിയ രസം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ TM ക്ലാസിഫിക്കേഷൻ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പോയിട്ട് നമ്മളുടെ എന്താണ് നമ്മുടെ സർവീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ക്ലാസ്സസ്, ഏതൊക്കെ ക്ലാസ്സിലാണ് ഇത് വരിക എന്നുള്ള, അതായത് ഏത് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ സർവീസസിലുണ്ടെങ്കിൽ സർവീസസിൻ്റെ ക്ലാസ് വരും, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ആണെങ്കിൽ മാനുഫാക്ചറിങ്ങിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ക്ലാസ്സസ്, അതായത് ഗുഡ്സിൻ്റെ ക്ലാസ് അതെല്ലാം വരുന്നത് 34 വരെയുള്ള കാറ്റഗറിയിലാണ്. ഇനിയിപ്പോൾ അതല്ല, അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്, ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്, അതേപോലെ തന്നെ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ്, അഡ്മിനിസ്ട്രേഷൻ വർക്ക്, അതേപോലെ സെയിൽസ് ഇതെല്ലാം വരുന്നത് 35 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് ക്ലാസ്സിലാണ്. ഓക്കെ, ഇപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ക്ലാസ് 35 എന്നുള്ള ക്ലാസ്സിലാണ്. ഇനിയിപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ആ ക്ലാസ്സിൽ സെയിൽ ചെയ്യുന്നത്, നമ്മൾ സെയിൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, മാനുഫാക്ചറിങ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ, അതായത് പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ ക്ലാസ്സിൽ കൂടെ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ് എടുക്കാം. ഓക്കെ, ഫുഡ് പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ 29, 30, 31, 32 ഇങ്ങനെ 4 ക്ലാസ്സിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ ഫുഡ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനകത്തായിരിക്കണം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അവർ അതിൻ്റെ സെയിൽസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 35 എടുക്കണം. ഓക്കെ, അതേപോലെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കൂടെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 39 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണ് എടുക്കേണ്ടത്. 39 ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇനിയിപ്പോൾ അവരതിൻ്റെ കാറ്ററിംഗ് സർവീസസ് കൂടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ആണ്, ഹോട്ടൽസ് ആണെന്നുണ്ടെങ്കിൽ 43 എന്നുള്ള ക്ലാസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം, അപ്പോൾ ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമാണോ നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റുള്ളൂ? ഇനിയിപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളാണ്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അവരതെന്ത് ചെയ്യുന്നത്, റെൻ്റലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെൻ്റൽസ് എല്ലാം വരുന്നത് 39 എൻ്റർടൈൻമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ്, ഇൻസ്റ്റഗ്രാം പേജസ് അതെല്ലാം എൻ്റർടൈൻമെൻറ്റിൻ്റെ ക്ലാസ്സിലാണ് വരിക. അത് 41 എന്നുള്ള കാറ്റഗറിയിൽ വരും. അപ്പോൾ 41 തന്നെ എഡ്യൂക്കേഷൻ, എൻ്റെ 41 എഡ്യൂക്കേഷനും ഞാൻ 41 എടുത്തിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ വരുന്നതും 41 തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ
40 എന്നുള്ള ഒരു ക്ലാസ്, അത് അധികം ആരും ഒരു മെൻഷൻ ചെയ്യാണ്ട്, അതായത് ആരും അധികം പറഞ്ഞു കൊടുക്കാത്ത ഒരു ക്ലാസ്സാണ് ക്ലാസ് 40 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. അതെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയും. എന്തെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിലേക്ക്, എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അതായത് മില്ലിംഗ് സർവീസസ്, അതേപോലെ തന്നെ ടൈലറിങ് സർവീസസ്, ഇതെല്ലാം ക്ലാസ് 40യിലേക്കാണ് വരിക. അപ്പോൾ അവൈലബിലിറ്റി കൂടുതലുള്ള ക്ലാസ്സിൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ രജിസ്ട്രേഷൻ നോക്കി ആ ക്ലാസ്സിൽ രജിസ്ട്രേഷൻ കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ക്ലാസ്സിൽ രജിസ്ട്രേഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്ലാസ്സിൽ രജിസ്ട്രേഷൻ എടുത്തു. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ഏജൻസികളൊക്കെ നമ്മളെ അങ്ങനെ, അതായത് ഈ ക്ലാസ്സിനകത്ത് കിട്ടാൻ ചാൻസ് കമ്മിയാണ്, നിങ്ങൾ ഈ ക്ലാസ്സിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ ഒന്ന് മിസ്ലീഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ നമ്മളുടെ ആപ്റ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രൂഷ്യൽ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു, ക്ലയൻ്റ് അല്ല, അവർ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല, അവരൊരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻക്വയറി വന്നതാണ്. അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു മെഹന്തി ആർട്ടിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്, 50K എബോവ് ആൻഡ് വ്യൂവേഴ്സും കാര്യങ്ങളുള്ള ഒരു പേജാണ് അതിന്. അവരത്യാവശ്യം അറിയപ്പെടുന്ന, അവരുടെ നാട്ടിലും കാര്യങ്ങളിലൊക്കെ അവരത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്. ഓക്കെ, പക്ഷേ ഇവർക്കൊരു ബ്രാൻഡ് ഉണ്ട്, ഇവർ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണത്, ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ലോഗോ വെച്ചിട്ട് തന്നെ വേറൊരു ടീം മെഹന്തി കോൺസ് അവരെന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യുന്നുണ്ട്, മെഹന്തി കോൺസ്. അപ്പോൾ ഇവർക്ക് ആദ്യം ഇതിനെ പറ്റി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഇവർ അടുത്തുള്ള ആൾക്കാരൊന്നല്ല, ഇവരിതിനെപ്പറ്റി അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കുറേ ആളുകൾ വിളിച്ചിട്ട് ഇതിന് കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങി. ഈ മെഹന്തി കോൺസ് യൂസ് ചെയ്തിട്ട് അത് കളർ പിടിക്കുന്നില്ല, അതേപോലെ തന്നെ പെട്ടെന്ന് പോകുന്നു, അലർജി വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റ്സ് ഈ മെഹന്തി കോണിന് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തത്, ഇവർക്ക് ഇതേപോലൊരു ബ്രാൻഡ് ഇവരുടെ പേരിൽ വെച്ചിട്ട് തന്നെ മെഹന്തി കോൺസ് സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവരെന്ത് നമ്മളെ അടുത്തേക്ക് വന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം, അതേപോലെ തന്നെ അവരെന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ലോഗോയും ഒക്കെ നിങ്ങളുടെ അറിവില്ലാണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീഗൽ നോട്ടീസ് നമ്മുടെ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ടും അവർ റിപ്ലൈ കാര്യങ്ങളൊന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേസായിട്ട് നമുക്കത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള, ഇനിയിപ്പോൾ ഇവർക്ക് ഈ മെഹന്തി ആർട്ടിസ്റ്റ് എന്നുള്ള ക്ലാസ്സിൽ മാത്രം എടുത്താൽ പോരാ, ഇതിന്റെ കോൺസ് മാനുഫാക്ചർ ചെയ്യണത് ഇതിന്റെ ക്ലാസ്സിലും കൂടെ പ്രൊട്ടക്ഷൻ എടുക്കണം. എന്നാൽ അതായത് ഈ മെഹന്തി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ക്ലാസ്സസിലും ഇവർക്ക് പ്രൊട്ടക്ഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഒരു ട്രേഡ് മാർക്ക് ക്ലാസ് കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ ബ്രാൻഡ് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ പറയും കാര്യം, ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം, 2-3 ക്ലാസ്സിലാവുമ്പോൾ അതായത് ഒരു ക്ലാസ്സിൽ 4500, വീണ്ടും ഒരു ക്ലാസ്സിൽ വീണ്ടും 4500, വീണ്ടും ഒരു 4500. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണല്ലേ, ഇത്രയും ട്രേഡ് മാർക്ക് ക്ലാസ്സസിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ക്ലയൻസ് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് തൽക്കാലം ഒരു ക്ലാസ്സിൽ മതി, കുറച്ച് കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേറെ ക്ലാസ്സിലും കൂടെ എടുക്കാം. അപ്പോഴേക്കും വേറെ ആ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത ക്ലാസ്സുകളിലൊക്കെ വേറെ അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി അവിടെ കുറയുകയാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ മാത്രം രജിസ്ട്രേഷൻ എടുക്കാം, ചിലപ്പോൾ പറയുകയാണ് വേണ്ട 2 ക്ലാസ്സിൽ, അങ്ങനെ എടുക്കാതെ ഏതൊക്കെ ക്ലാസ്സിലാണ് നിങ്ങളുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ആ ക്ലാസ്സസിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമാണ് വേറൊരു കോമ്പറ്റീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡ് മിസ്യൂസ് ആവാതിരിക്കാനോ നമ്മുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കൊണ്ട് പ്രൊട്ടക്ഷൻ എടുക്കുള്ളൂ. ഓക്കെ, അല്ലാതെ ഞാൻ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്, അത് ഏത് ക്ലാസ്സിലാണെന്ന് അറിയില്ല, ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ 45 ക്ലാസ്സിലും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുള്ളി പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് നമ്മുടെ ലീഗൽ പ്രൊട്ടക്ഷൻ വേണ്ടത്, ആ ഏരിയകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ട്രേഡ് മാർക്ക് ക്ലാസ് സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം.
ഞാനൊരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ കറക്റ്റായിട്ട് ട്രേഡ് മാർക്കിൻ്റെ ക്ലാസ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മണി, എഫേർട്ട്, ടൈം എല്ലാം വേസ്റ്റ് ആവും. കാര്യം ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടൈം വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ടൈം എന്ത് ചെയ്യാണ്, വേസ്റ്റ് ആവുകയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ക്ലാസ്സിലല്ല ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ട്രേഡ് മാർക്ക് ക്ലാസ് ഏതൊക്കെയാണ് എന്ന് കറക്റ്റായിട്ട് പിക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വേണ്ടത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വേണ്ടത്, ആ ഏരിയയിലെല്ലാം നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ട്രേഡ് മാർക്ക് കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു ക്ലാസ്സിൽ മാത്രം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്ത് നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതുതന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തം ഞാൻ അതുതന്നെയാണ് നിങ്ങൾക്ക് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ട്രേഡ് മാർക്ക് ക്ലാസ്സസിനെ പറ്റി ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ട്രേഡ് മാർക്ക് ക്ലാസ്സസ്, നിങ്ങളെ ആപ്റ്റായിട്ടുള്ള ക്ലാസ്സസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സസിൻ്റെ കാര്യം, ട്രേഡ് മാർക്ക് ക്ലാസ്സിൻ്റെ കാര്യം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്രേഡ് മാർക്കിനെ പറ്റി തന്നെ വേറെ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.